സഹസ്രകോടീശ്വരന്മാരുടെ സ്വത്തിൽ, വരുമാനത്തിൽ വലിയൊരു പങ്ക് അവർ എപ്പോഴും സാമൂഹ്യ സേവനത്തിനായി മാറ്റിവെക്കുന്നത് കാണാറുണ്ട്. ഇങ്ങനെ സാമൂഹ്യ സേവനത്തിനായി മാറ്റിവെച്ചിരിക്കുന്ന ആ വലിയ സമ്പത്തിന്റെ വലിയ ഭാഗത്തിന്റെ 10 മടങ്ങ് ഇരട്ടിയായിട്ട് അവർക്ക് വരുമാനം പിന്നീട് അങ്ങോട്ട് വർദ്ധിക്കുന്നതും കാണാറുണ്ട്. കൊടുക്കും തോറും ഏറിടും എന്ന ചൊല്ല് അവരുടെയെല്ലാം ജീവിതത്തിൽ അന്വർത്ഥമാകുന്നത് നമുക്ക് കാണാം. ഇത്തരത്തിലുള്ള ജീവിതത്തിന് ഒരു ഉത്തമ ഉദാഹരണമായിട്ട് നമുക്ക് പറയാവുന്നതാണ് ജോൺ റോക്ക്ഫെല്ലറുടെ കഥ. ജോൺ റോക്ക്ഫെല്ലർ 33-ാം വയസ്സിൽ തന്നെ അദ്ദേഹം അതീവ സമ്പന്നനായി തീർന്നു. 53-ാം വയസ്സിൽ അദ്ദേഹം ഒരു രോഗം പിടിപെട്ട് രോഗശയ്യയിലായി തീർന്നു. അത്രയും കാലം പണത്തെ മാത്രമായിരുന്നു അദ്ദേഹം സ്നേഹിച്ചത്. അദ്ദേഹത്തിന്റെ സ്വന്തം സഹോദരന്മാർ പോലും അദ്ദേഹത്തിൽ വെറുത്തിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ മാനുഷിക മൂല്യങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാതിരുന്ന ഒരു അതിസമ്പന്നന്റെ അതിദയനീയമായ സ്ഥിതിയായിരുന്നു രോഗം ബാധിച്ചതിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ അവസ്ഥ. ഭക്ഷണം കഴിക്കുവാൻ നിവർത്തിയില്ല, ഉറക്കം കിട്ടാത്ത അവസ്ഥ. ഇത്തരത്തിൽ ഒരവസ്ഥയിൽ പ്രസിദ്ധരായ ഡോക്ടർമാർ ഒരുപാട് പേർ കൂടിയിരുന്നു കൊണ്ട് അദ്ദേഹത്തിന് ഒരു പുതിയ ചികിത്സാവിധി നിശ്ചയിച്ചു. പണത്തെ പറ്റി മാത്രം ചിന്തിക്കുന്ന അദ്ദേഹത്തിന്റെ മനസ്സിനെ മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹം തന്റെ പണത്തിൽ നിന്ന്, തന്റെ സമ്പാദ്യത്തിൽ നിന്ന് കുറെ തുക സാധാരണക്കാർക്ക്, ഈ ലോകത്തിൽ ആർത്തരും അശരണരുമായിട്ടുള്ള രോഗബാധിതരായിട്ടുള്ളവർക്ക് വേണ്ടി ചിലവഴിക്കുവാൻ വേണ്ടി ഡോക്ടർമാർ ഉപദേശിച്ചു. അദ്ദേഹം ആ ഉപദേശം ശിരസാവഹിച്ചു. തന്റെ സമ്പത്തിൽ നിന്ന് വലിയൊരു ഭാഗം ഇത്തരത്തിൽ ജാതി മത വർണ്ണ വർഗ വ്യത്യാസങ്ങൾ ഇല്ലാതെ, രാഷ്ട്രീയമായ ചേരിതിരിവുകൾ ഇല്ലാതെ, ഭാഷയുടെ അന്തരമില്ലാതെ ഈ ലോകത്തിലുള്ള ഒരുപാട് ആളുകൾക്ക് കോളറ, മലമ്പനി, ക്ഷയം എങ്ങനെയുള്ള വലിയ രോഗങ്ങളിൽ നിന്ന് നിർമാർജനം ചെയ്യുവാൻ വേണ്ടി, ഈ രോഗത്തെ നിർമാർജനം ചെയ്യുവാൻ വേണ്ടി അദ്ദേഹം തന്റെ സ്വത്തിൽ, തന്റെ തുകയിൽ വലിയൊരു തുക ഇതിനായി മാറ്റിവെച്ചു. അതുമാത്രവുമല്ല, സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള താമസ സൗകര്യം ഒരുക്കുവാൻ വേണ്ടിയിട്ട്, അവരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി എല്ലാം അദ്ദേഹം തന്റെ സമ്പത്തിൽ നിന്ന് വലിയ തുക മാറ്റിവെക്കുകയും ചെയ്തു. ഇതിന്റെ ഫലം വലിയ അത്ഭുതാവഹമായിരുന്നു അദ്ദേഹത്തിന്റെ മാറ്റങ്ങളും. ആ നിമിഷം മുതൽ വലിയ സന്തോഷവാനായി തീർന്നു ജോൺ റോക്ക്ഫെല്ലർ. അദ്ദേഹത്തിന് തന്റെ സമ്പത്തിൽ നിന്ന് വലിയൊരു സമ്പാദ്യം സാമൂഹ്യ സേവനത്തിനായി മാറ്റിവെച്ചതോടുകൂടി അദ്ദേഹത്തിന് മറ്റുള്ളവരുടെ സന്തോഷത്തിലൂടെ തനിക്കും വലിയ സന്തോഷം നേടിയെടുക്കുവാൻ കഴിഞ്ഞു. അതെ, നമുക്ക് യഥാർത്ഥമായ സന്തോഷം വേണമെങ്കിൽ നമുക്കും നമ്മുടെ ചുറ്റുമുള്ളവർക്കായിട്ട് സന്തോഷം പ്രദാനം ചെയ്യുവാൻ കഴിയണം. നമുക്കും റോക്ക്ഫെല്ലറുടെ ജീവിതം നമുക്ക് ഉദാഹരണമായിട്ടെടുക്കാം, മാതൃകയായിട്ടെടുക്കാം.